ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ദൈവത്താൽ എന്താ പറയുക, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ്, ഈ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഫിലിപ്പിയ ലേഖന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നും ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ അതിന് മുന്നമേ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ ദുബായിൽ നിന്ന് ഒരു വെൽവിഷറാണ്. മെയ് 31 വെൽവിഷറിൻ്റെ ജന്മദിനമായിരുന്നു. ബിലേറ്റ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മകൾക്ക് +2 എക്സാമിന് ഉയർന്ന മാർക്ക് ലഭിക്കുവാനും മെഡിക്കൽ എൻട്രൻസ് ലഭിക്കുവാനും വെൽവിഷറിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ അടുത്ത ഒരു സ്പോൺസർ കൂടിയുള്ളത് മാനന്തവാടിയിൽ നിന്ന് അലോണ, അന്ന ആൻഡ് അലൈന ഷൈജനാണ്. 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ചാണ് ഇന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു അലോണ, അൽന ആൻഡ് അലൈന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അലോണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 പേരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ വളരുവാൻ, അവരുടെ ഭവനത്തിൻ്റെ പണി നടക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്, ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്ന വർക്കലയിൽ വെച്ചിട്ടാണ്. വർക്കലയിൽ ഈ ശനിയാഴ്ച, അതായത് ജൂൺ 14, ഈ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗാണ് നടക്കാൻ പോകുന്നത്. അതിനകത്ത് പാസ്റ്റർ ഡാമിനുണ്ട്, ഞാൻ വരുന്നുണ്ട്, നേമായി വരുന്നുണ്ട്. ഞങ്ങൾ 3 പേരും അവിടെ വന്ന് ശുശ്രൂഷിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കൊല്ലം, അതുപോലെ തന്നെ എന്താ പറയുക, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും. മറ്റ് ജില്ലയിലുള്ളവരാണെങ്കിൽ കൂടെയും അവിടേക്ക് കടന്നു വരിക, ഒരു വലിയ വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരിക. കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ അവിടുത്തെ സ്ഥലം ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കൈരളി ഓഡിറ്റോറിയം, മൈതാനം, വർക്കല, അവിടെ വെച്ചിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരു ആഴ്ചയിലേക്ക് നമ്മുടെ ഫിലിപ്പിയ ലേഖന പഠനം തുടരുകയാണ്. 2 ആഴ്ച നമ്മൾ പിന്നിട്ടു. ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു, പിന്നെ വചനങ്ങളിലേക്ക് കയറി. കഴിഞ്ഞ ആഴ്ചയിലോടുകൂടെ 1-ാം അധ്യായം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇതുവരെ നമ്മൾ കവർ ചെയ്ത് നോക്കുവാണെങ്കിൽ അൺറീസണബിൾ ജോയ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ, ബുദ്ധിക്ക് നിരക്കാത്ത അകാരണമായ സന്തോഷം ദൈവത്തിന് നമുക്ക് നൽകാൻ കഴിയും. സംതിങ് ഗുഡ് ഈസ് അബൌട്ട് ടു ബ്രേക്ക് ഫോർത്ത്. എന്തോ നല്ലത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്നു, പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. സൂപ്പർ നാച്ചുറൽ ടേൺ അറൗണ്ട് കണ്ടു. അമാനുഷികമായ രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ കർത്താവ് തരും. യു ആർ കോൾഡ് ടു ബി എ സെയിൻറ്റ്. ഓരോ ദൈവപൈതലും വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. എ ഡിവൈൻ ഡോർ ഈസ് ഓപ്പണിംഗ് ബിഫോർ യു. ദൈവമായിട്ട് ചില വാതിലുകൾ തുറന്നു തരും. ഞാനിതൊക്കെ പറയുന്നത് ഒരു പ്രവചനമായിട്ട് അങ്ങ് സ്വീകരിച്ചേക്കണം. അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് ആമേൻ പറയുക. ഗോഡ് വിൽ പെർഫെക്റ്റ് വാട്ട് ഹി സ്റ്റാർട്ടഡ് ഇൻ യു. ദൈവം എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പൂർത്തിയാക്കിയിരിക്കും. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയുണ്ടാവില്ല. ലവിങ് ദി അൺലവബിൾ. സ്നേഹിക്കാൻ തോന്നാത്തവരെ, നമുക്ക് സ്നേഹിക്കാൻ ഒട്ടും തോന്നാത്തവരെ എങ്ങനെ സ്നേഹിക്കാം? യൂട്ടിലൈസ് എവ്രി ഓപ്പർച്യൂണിറ്റി. എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക. ഹൗ ടു ഹാൻഡിൽ യുവർ ബോഡി. ശരീരത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഹൗ ക്യാൻ ഡെത്ത് ബി എ ഗെയിൻ. മരണം എങ്ങനെ ഒരു ലാഭമാക്കി മാറ്റാം? ഹൗ ടു ചൂസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഗുഡ്. 2 നല്ല കാര്യങ്ങൾ മുൻപിൽ വന്നാൽ അതിൽ നിന്നും എങ്ങനെ ചൂസ് ചെയ്യണം? ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഓപ്പോസിഷൻ. പ്രതികൂലങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൻ്റെ ചില വചനങ്ങളിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കും. ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 2. Therefore, if you have any encouragement from being united with Christ, if any comfort from His love, if any common sharing in the Spirit, if any tenderness of compassion, then make my joy complete by being like-minded, having the same love, being one in spirit and of one mind. Verse number 3. Do nothing out of selfish ambition or vain conceit. Rather, in humility, value others above yourselves, not looking to your own interests, but each of you to the interests of the others. 3 വചനങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. അതിനുമ്പൊരു മുഖപുരയായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു ഭാഗത്ത് പൗലോസ് പ്രധാനമായി ശ്രമിക്കുന്നത് സഭയ്ക്കകത്തുള്ള വിശ്വാസികൾ എത്രത്തോളം ഐക്യതയിലും താഴ്മയിലും ജീവിക്കണം. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെടാത്തവർ ആനക്കൊമ്പന്മാരെ പോലെയോ അഹങ്കരിച്ചോ ഡംഭിച്ച് സംസാരിച്ചോ അഹന്തയോടുകൂടിയൊക്കെ ജീവിച്ചോട്ടെ. പക്ഷെ സഭയ്ക്കകത്തേക്ക് വന്നവർ, കൂട്ടായ്മയിലുള്ളവർ, ദൈവത്തിൻ്റെ കൃപയിലായവർ വളരെ താഴ്മയും അപ്പോൾ തന്നെ യൂണിറ്റി ഉള്ളവരുമായിരിക്കണം. ഇതാണ് പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ബൈബിളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദ ബൈബിൾ ഈസ് നോട്ട് എ സ്റ്റോറി ബുക്ക്. ഈ ബൈബിൾ ഒരിക്കലും ഒരു കഥാ പുസ്തകമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഹിസ്റ്ററി ബുക്ക്, ചരിത്ര പുസ്തകമല്ല. ഇറ്റ്സ് നോട്ട് എ സയൻസ് ബുക്ക് ഓർ റിലീജിയസ് ബുക്ക്, ശാസ്ത്ര പുസ്തകമോ മതപുസ്തകമോ അല്ല. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കബിൾ ബുക്ക്. നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒത്തിരി പേര് പറയാറുണ്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ ആർക്കും ജീവിക്കാൻ പറ്റും. ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ അവൻ നമ്മെ ജീവിക്കുവാൻ പ്രാപ്തരാക്കും. ഇതാണ് വ്യത്യാസം. ഓക്കെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ സഹായമില്ല. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പലരും പലതും ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആത്മീയമായും നിത്യതയിലേക്ക് നിലനിൽക്കുന്നതുമായ ഒരു കാര്യവും പരിശുദ്ധാത്മ സഹായമില്ലാതെ, കർത്താവിൻ്റെ സഹായമില്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ പൗലോസും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫിലിപ്പ് സഭ, ദ ഫിലിപ്പിയൻ ചർച്ച് ഹാഡ് ബിക്കം വെരി ബിഗ് ആൻഡ് സ്ട്രോങ്. ഏകദേശം 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ, അതായത് സഭ സ്ഥാപിച്ച് 12ഓളം വർഷങ്ങൾ എത്തിയപ്പോൾ ഈ സഭ വളരെ വലുതും ശക്തവുമായി മാറിക്കഴിഞ്ഞിരുന്നു. When people increase, different opinions also increase. ആളുകൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വിവിധ അഭിപ്രായങ്ങളും വിവിധ രീതിയിലുള്ള സംസ്കാരങ്ങളും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ പല വെല്ലുവിളികളും ഉയർന്നു വരും. ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിൽ എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള വ്യക്തികളാണ് ഈ കൂട്ടായ്മക്കകത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, മൾട്ടി കൾച്ചറൽ, മൾട്ടി ലിംഗ്വൽ, മൾട്ടി നാഷണൽ ഒക്കെ ആയിട്ടുള്ള പലരും ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൻ്റെ കൾച്ചറിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ചാലഞ്ച് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ആരോഗ്യമുള്ളൊരു കൂട്ടായ്മയെ നമുക്ക് പണിതെടുക്കാൻ സാധിക്കുന്നത്? ഒരു കൊച്ചു കൂട്ടായ്മയാണേലും വലിയ കൂട്ടായ്മയാണേലും ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ആപ്ലിക്കബിളാണ്. അപ്പോൾ ഇവിടെ പൗലോസ് വിശ്വസിക്കുന്നവരുടെ കൂട്ടം അല്ലെങ്കിൽ വിശ്വാസി കുടുംബങ്ങൾ, വ്യക്തികൾ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രാക്ടിക്കലായ ചില അഡ്വൈസാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം പറഞ്ഞു വരുന്നത്, നാം ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് വളരാമെങ്കിൽ ഈ യൂണിറ്റിയും എല്ലാം നടക്കും. കർത്താവിനെ പോലെ നമ്മളായിത്തീരണം. അതാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ 5-6 വചനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പം അതിലേക്കാണ് അദ്ദേഹം വരുന്നത്. അതിലേക്ക് നമ്മൾ പോകും. എന്നാൽ നമുക്ക് ആദ്യത്തെ 2-3 വചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ആ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ദ നെസസിറ്റി ഓഫ് യൂണിറ്റി,
ഐക്യതയുടെ ആവശ്യകത എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ദൈവമക്കളിൽ ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകൾ, ക്യാരക്ടർ ക്വാളിറ്റീസ്. അപ്പോൾ അതിന് ആ ഭാഗം ഒന്നുകൂടെ നമുക്ക് ഒന്ന് വായിക്കുവാണെങ്കിൽ മലയാളത്തിൽ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എത്ര ഭയങ്കരമാണ്! ഹാർട്ടിൽ നിന്ന്, ഈ നെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന വചനങ്ങളാണ് അദ്ദേഹം തൂലികയിലൂടെ എഴുതുന്നത്. 1-2 വചനങ്ങളിൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോരോ കാര്യങ്ങൾ നമ്മളെടുത്ത് പീസുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ, എൻകറേജ്മെൻറ്റ് ഫ്രം യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ്, കർത്താവിനോടുള്ള ആ വലിയ കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം, ഒരു പ്രബോധനം. ഈ കർത്താവിൻ്റെ പ്രത്യേകത, ജീസസ് വിൽ നെവർ 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 പുട്ട് എനിവൺ ഡൗൺ. ഒരാളെ പോലും തരം താഴ്ത്താത്ത ഒരു വ്യക്തിത്വമാണ് യേശു കർത്താവ്. എന്ന് വെച്ചാൽ, വ്യഭിചാരം ചെയ്ത സ്ത്രീയെ കൊണ്ടുവന്ന് കല്ലെറിയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവരുടെ കല്ലും കൂടി മേടിച്ച്, ഞാനാണ് നിൻ്റെ സൃഷ്ടാവ്, നിന്നെയൊക്കെ ഇങ്ങനെ ജീവിക്കാനാണോ, ഞാൻ എത്ര പരിശുദ്ധനാണെന്ന് നോക്കുക, എൻ്റെ മുമ്പിൽ ഇങ്ങനെയാണോ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കല്ലും കൂടി മേടിച്ച് എറിയല്ല ചെയ്തത്. അവളെ കുറ്റം വിധിച്ചില്ല. ആ നിന്നിരുന്ന ഭീകരന്മാരുടെ മുമ്പിൽ, കല്ലെറിയാൻ വേണ്ടി നിൽക്കുന്ന മത നേതാക്കന്മാരുടെ മുമ്പിൽ ഒരിക്കലും അവളെ ഒരു ഡിഗ്രി പോലും താഴ്ത്തിയില്ല. അവരോടാണ് സംസാരിച്ചത്. നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ ആദ്യം അങ്ങ് കല്ലെറിഞ്ഞേക്ക്, അതിനുശേഷം ബാക്കിയുള്ളവർക്ക് അവസരം തരാം. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ പറഞ്ഞു, മോളെ, നീ ഇനി പാപം ചെയ്യരുത്, നിൻ്റെ ഈ പാപജീവിതം ഉപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ നിന്നെ ഈ ന്യായവിധിയിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു, ഇനി പാപം ചെയ്യാതെ ജീവിക്കണം എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുത്തു. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ പോലും തരം താഴ്ത്തിയില്ല അവളെ. അപ്പോൾ കർത്താവ് എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥം ഒരിക്കലും ശാസിക്കില്ലെന്നോ ശിക്ഷണം അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് ഉണ്ടാകില്ലെന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പല പ്രദർശനങ്ങളുണ്ട്. അതിലൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ രക്ഷിക്കും. അത് കൂടാതെ സമയം ആകുമ്പോൾ ചിലപ്പോൾ പരസ്യമായി, ചിലപ്പോൾ രഹസ്യമായൊക്കെ കർത്താവ് നമ്മളെ ശാസിക്കുകയും ശിക്ഷണം നൽകുകയും എല്ലാം ചെയ്യും. ഇപ്പോൾ യൂണിറ്റി എന്ന് പറയുമ്പോൾ, യൂണിറ്റിക്കാണ് ഇവിടെ ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, സ്പിരിറ്റിൻ്റെ ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു കൂട്ടായ്മയിലുള്ളവർ മുഴുവൻ കൂട്ടം കൂടി ഐക്യതയോടുകൂടെ, ഒരേ ചിന്താഗതിയോടുകൂടെ, ഒരേ മനസ്സോടുകൂടെ ജീവിക്കണം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയിലേക്ക് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവർ. ചില സഭകളിൽ അതില്ല. ചില സഭകളിൽ വളരെ നല്ല കുടുംബക്കാർ പാരമ്പര്യമായിട്ട് തലമുറയായിട്ട് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂട്ടായ്മ ആചരിച്ച് വരികയാണ്. അവരാ പള്ളിക്കാരാണ്. ഇന്നയാളുടെ മക്കൾ, അടുത്ത മക്കൾ, ഇതിൻ്റെ തലമുറകളായിട്ട് എല്ലാ പള്ളിക്കാരെ കുടുംബങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ബ്ലെസ്സിങ് ടുഡേ പോലെയുള്ള സഭകളുടെ ചാലഞ്ച് എന്ന് പറയുന്നത്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് ഇതിലേക്ക് വരുന്നത്. മതപശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലം, ഭാഷാ പശ്ചാത്തലം, കൂടാതെ ചിലരൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കും, ഭയങ്കര മദ്യപാനികളായിരിക്കും, വഴിവിട്ട് ജീവിച്ചവരായിരിക്കും. ഇവരെല്ലാം കൂടിയാണ് ഒരു കൂരയുടെ അടിയിലേക്ക് കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടി വരുന്നത്. യേശു അങ്ങനെയായിരുന്നു, എല്ലാവരെയും സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് യേശുവിന് കുറച്ച് ചില പേരുകളൊക്കെ കിട്ടി. പാപികളുടെ സ്നേഹിതൻ, ചുങ്കക്കാരുടെ സ്നേഹിതൻ, അതുപോലെ തിന്നിയും കുടിയനുമായവൻ, ഇങ്ങനെ ഒത്തിരി വേണ്ടാത്ത പേരുകളൊക്കെ അവന് കിട്ടി. അതാണ് യേശു തുടങ്ങി വെച്ച ദൈവരാജ്യം. പക്ഷേ ദൈവരാജ്യത്തിനകത്തേക്ക് വ്യഭിചാരികളും ചുങ്കക്കാരും പാപികളുമെല്ലാം നീതിമാന്മാരേക്കാൾ മുമ്പ് തള്ളിക്കയറും. ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ അർത്ഥം
ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നല്ല. അതിനകത്ത് ഈ ഒരു വലിയ യൂണിറ്റി, ആത്മാവിൻ്റെ യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ചില മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന കിളികളൊക്കെ ദീർഘദൂരം, അനേകം മൈലുകൾ, ചില ദേശാടന കിളികളെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൂട്ടമായി പറക്കുന്ന മൈഗ്രേറ്ററി ബേർഡ്സ്. അവർ ഇന്ന സീസണിൽ ഇന്ന രാജ്യത്തേക്ക് പോകും. അതിനുശേഷം അവർക്കൊരു മടക്കയാത്രയുണ്ട്. നിങ്ങളിതിനെ കണ്ടു കാണും. അങ്ങനെ ദീർഘദൂരം പോകുന്ന ലോങ് റേഞ്ചേഴ്സ് ആയിട്ടുള്ള പക്ഷികൾ വി ഷേപ്പിലാണ് അവർ പോകുന്നത്. അതിലേറ്റവും മുമ്പിൽ ഒരു ബേർഡ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ ബേർഡിൻ്റെ പുറയിലേക്കാണ് ആ വി ഷേപ്പിൽ അതിൻ്റെ കാറ്റ് എങ്ങനെ, കാറ്റിനെ മുറിച്ചാണല്ലോ ഇത് പോകുന്നത്, വായുവിനെ മുറിച്ചാണ് പോകുന്നത്, എങ്ങനെ പോകുന്ന ആ ഷേപ്പിലാണ് വായുവിൻ്റെ പ്രതിരോധത്തെ പെനിട്രേറ്റ് ചെയ്തുകൊണ്ട്. ആദ്യത്തെ ബേർഡിനാണ് ഏറ്റവും സ്ട്രെയിൻ. അത് പറക്കുന്ന സമയത്ത് വായു ചില സമയത്ത് ഭയങ്കര കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൂടെ റെസിസ്റ്റ് ചെയ്ത് വേണം അതിൻ്റെ ചിറകുകൾ വിരിച്ച് പറന്ന് ആ വായുവിൻ്റെ പ്രതിരോധ ശക്തിയെ മുറിച്ചുകൊണ്ട് പോവുകയാണ്. മുമ്പിൽ പോകുന്ന ലീഡർ പക്ഷി, ക്യാപ്റ്റൻ ബേർഡ്, അത് മുറിക്കുന്നത് കൊണ്ട് അതിൻ്റെ വി ഷേപ്പിൽ ഇങ്ങോട്ട് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതിലേക്കാണ് മറ്റുള്ള പക്ഷികൾ അലൈൻ ചെയ്യുന്നത്. ഇങ്ങനെ പറക്കുമ്പോൾ ഒറ്റയ്ക്ക് ഓരോ പക്ഷികളും വേറെ വേറെ പറക്കുന്നതിനേക്കാൾ 70% ഈ പക്ഷികൾക്ക് കൂട്ടമായി ഈ ഷേപ്പിൽ യൂണിറ്റിയോടുകൂടി നിൽക്കുമ്പോൾ പറക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എത്രയാണ്? 70%. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ, കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ആത്മീയമായും മറ്റ് മേഖലകളിലും എനിക്ക് 70% കൂടുതൽ മൈലേജ് കിട്ടും. ഇങ്ങനെയുണ്ട്. എന്ന് മാത്രമല്ല, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും മുമ്പിൽ പറക്കുന്ന പക്ഷി ഏറ്റവും ഭയങ്കര റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ തളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്നത്, ആ പക്ഷി ഏറ്റവും പുറകിലേക്ക് പോകും. എന്നിട്ട് തൊട്ട് പുറകിലുള്ള ആൾ പക്ഷി ആ ലീഡർഷിപ്പിലേക്ക്, ക്യാപ്റ്റൻഷിപ്പിലേക്ക് കയറും. ഇതിങ്ങനെ തളരുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ റൊട്ടേഷൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ഇങ്ങനെ പറക്കുന്ന സമയത്ത് ആ വായുവിൻ്റെ കട്ടിങ്ങിനനുസരിച്ച്, വായു കട്ട് ചെയ്ത് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതനുസരിച്ച് അല്പം മുകളിലായിട്ടായിരിക്കും ഇത് പറക്കുന്നത്. ഓ മൈ ഗോഡ്, ഇത് കർത്താവ് അവർക്ക് നൽകിയ ബുദ്ധിയാണെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇതെങ്ങനെ അവരൊരു നൈസർഗിക വാസനയിൽ, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠം എന്താണെന്ന് അറിയാമോ? മക്കളെ, നേച്ചറിലേക്ക് നോക്കുക. ഞാൻ ഈ പക്ഷികളൊക്കെ ഡിസൈൻ ചെയ്ത് അവരുടെ ഫ്ലൈറ്റ് ഞാൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുക. ഇതുപോലെ പോയാൽ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. എന്നാൽ ഇതിലേതെങ്കിലും പക്ഷികൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞ് കുറേ കഴിയുമ്പോൾ തളർന്ന ഒരു പക്ഷേ അതിൻ്റെ ഫ്ലൈറ്റ് അവിടെ അവസാനിക്കും. ഏതെങ്കിലും പക്ഷി ഈ വി ഷേപ്പിൽ പോകുന്ന ഏതെങ്കിലും പക്ഷിക്ക് അഥവാ ഒരു തളർച്ച ഉണ്ടായാൽ അത് പെട്ടെന്ന് ഒന്ന് റെസ്റ്റിന് വേണ്ടി മാറുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 2 പക്ഷികൾ കൂടെ പോകും. ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതാണ് യൂണിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത്, ബെനഫിറ്റ് എന്ന് പറയുന്നത്, മൈലേജ് എന്ന് പറയുന്നത്. സോ നമുക്കവിടെ കിട്ടുന്ന തത്വം ഇതാണ്: യൂണിറ്റി ഈസ് നോട്ട് ഫ്ലൈയിങ് സോളോ, ഇറ്റ്സ് ഫ്ലൈയിങ് ഇൻ ഫോർമേഷൻ ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ യൂണിറ്റി എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറക്കുന്നതല്ല, ക്രിസ്തുവിന് വേണ്ടി പ്രത്യേകമായ രീതിയിൽ ഒരു രൂപത്തിലേക്ക് വന്ന്, ഒരു അലൈൻ ചെയ്ത് അവരവരെ ആക്കി വെച്ച നിരയിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് പോകുന്നതാണ് കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് ശക്തിയുണ്ട്. ആ കൂട്ടായ്മയെ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഹാർമണി. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഹാർമണി. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക ഹാർമണി. ഹാർമണിയുടെ മലയാളം എങ്ങനെ പറയേണ്ടത് എനിക്ക് കൃത്യമായി പെട്ടെന്ന് കിട്ടുന്നില്ല. എല്ലാവരും കൂടി ചേർന്നുള്ള ഹാർമണി എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ നിന്നാണ് ഹാർമോണിയം എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. എല്ലാ മ്യൂസിക്കിൻ്റെ നോട്ട്സും എല്ലാം കൂടി ചേർന്ന് നല്ല രീതിയിലാകുന്ന ഹാർമണി. അതിൽ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ്, ഒരിക്കൽ ഒരു വയലിൻ വല്ലാതെ പൊടി പിടിച്ച് സ്ട്രിങ്ങൊക്കെ
ഔട്ട് ഓഫ് ട്യൂണായി ഇരിക്കുന്ന ഉപയോഗിക്കാതിരുന്നൊരു വയലിൻ ആരോ അത് ലേലത്തിനിട്ടു, വിൽക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ പലരും വന്ന് വില പറഞ്ഞു. വളരെ നിസ്സാരമായ എന്തൊരു തുച്ഛമായ എമൗണ്ടാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് വളരെ നന്നായി വയലിൻ വായിക്കുന്നൊരു മാസ്റ്റർ ആ വഴി വന്നു. ഈ വയലിൻ അദ്ദേഹം തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് നോക്കി. അതിനുശേഷം പൊടിയൊക്കെ ഒന്ന് തുടച്ച ശേഷം ആ സ്ട്രിങ്സ് അല്ല, കമ്പികളെല്ലാം നല്ല രീതിയിൽ അങ്ങ് ട്യൂൺ ചെയ്തിട്ട് അദ്ദേഹം ഒന്നങ്ങ് വായിച്ചു. ഓ മൈ ഗോഡ്! അടുത്ത നിമിഷം ഇതിൻ്റെ പ്രൈസ് അങ്ങ് കൂടി, ഭയങ്കരമായിട്ട് കൂടി. അതിൻ്റെ വില കൂടിയത് എപ്പോഴാണ്? ഇതിൻ്റെ സ്ട്രിങ്സ് എല്ലാം കൂടെ നല്ല ഹാർമണിയിലേക്ക് വന്നപ്പോൾ, ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ആ ട്യൂണിംഗ് ആണ് ഹാർമണി കൊണ്ടുവരുന്നത്. ഹാർമണി വന്നു കഴിഞ്ഞാൽ വില കൂടും. അപ്പോൾ എല്ലാ കൂട്ടായ്മയിലും നമ്മൾ ഓർക്കണം, കൂട്ടായ്മക്കകത്ത് ചേരിപ്പൂരുകളും അതുപോലെ പിണക്കങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. ഒരു കുടുംബവും തന്നെത്താൻ ഛിദ്രിച്ചിരുന്നാൽ നിലനിൽക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഈ പറയുന്നത്. അപ്പം ഇവിടെ ഒരു മാസ്റ്റർ വന്ന് കൈവച്ചപ്പോഴാണ് ഈ ഹാർമണി വന്നത്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ യേശു കർത്താവ് സഭയുടെ മേൽ കൈവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഭയങ്കരമായ ഹാർമണി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ വരവ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായപ്പോൾ അവിടെ പറയുന്നത് they were all in one accord. അതൊരു മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണെന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. they were in one accord. അവരെല്ലാം ഒരു സിംഫണി പോലെ, എല്ലാ ഹൃദയങ്ങളും ഒരുപോലെയായി, മറ്റുദ്ദേശങ്ങളില്ലാതെ ഹൃദയങ്ങളെല്ലാം ഐക്യമത്യപ്പെട്ട് അവർ പ്രാർത്ഥിച്ചു, ഒരുമനപ്പെട്ട് അവർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആ വിടുതലുണ്ടായത്, അല്ലെങ്കിൽ കൊടിയ കാറ്റടിച്ചത്, ഒരു വലിയ ഉണർവുണ്ടായത്. അതിനുശേഷം വേറെ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വരുന്നില്ല. അടുത്തത് പറയുന്നത് കംഫർട്ട് ഫ്രം ക്രൈസ്റ്റ് ലവ്. ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ലവ് ഈസ് ദ ലൂബ്രിക്കൻറ്റ് ദാറ്റ് എലിമിനേറ്റ്സ് ഫ്രിക്ഷൻ എമംഗ് പീപ്പിൾ. ജനങ്ങളുടെ ഇടയിലുള്ള ഘർഷണം, ഉരസൽ ഒക്കെ മാറ്റിക്കളയുന്നത് ലവ് ലൂബ്രിക്കൻ്റ് കൊണ്ടാണ്. ലൂബ്രിക്കൻ്റ് അറിയാമല്ലോ, മെഷീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ഓയിൽ. പൽചക്രങ്ങളൊക്കെ കൂടി കറങ്ങുന്ന സമയത്ത് കുറേ ചക്രങ്ങളാണ് കറങ്ങുന്നത്. പക്ഷേ ഈ ലൂബ്രിക്കൻ്റ് ഇല്ലെങ്കിൽ എല്ലാം കൂടെ കടകട അടിച്ച് കത്തി പഴുത്ത് എല്ലാം തകരും. എന്നാൽ സ്നേഹത്തിൻ്റെ ലൂബ്രിക്കൻ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്തത് പറയുന്നത് ഫെലോഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, ഓൺലി ദ ഹോളി സ്പിരിറ്റ് ബൈൻഡ്സ് പീപ്പിൾ വിത്ത് ഗോഡ് ആൻഡ് പീപ്പിൾ വിത്ത് പീപ്പിൾ. പരിശുദ്ധാത്മാവിന് മാത്രമേ ജനങ്ങളെ ദൈവത്തോടും ജനങ്ങളെ തമ്മിലും കണക്ട് ചെയ്യാൻ, ചേർത്ത് പണിയാൻ കഴിയുള്ളൂ. പിന്നെ പറയുന്നത് ടെൻഡർനെസ്, കമ്പാഷൻ, ലൈക്ക് മൈൻഡഡ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു ലൈറ്റ് ഹൗസ് അറിയാമല്ലോ, തുറമുഖത്തൊക്കെ വലിയ ടവർ പോലെ നിന്നിട്ട് ആ ലൈറ്റ് ഹൗസ് അതിൻ്റെ അകത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. അത് നോക്കിയാണ് കപ്പലുകൾ സഞ്ചരിക്കുന്നത്. തുറമുഖത്തെ തിരിച്ചറിയാൻ, ഡെസ്റ്റിനേഷൻ തിരിച്ചറിയാനുള്ളതാണ് ലൈറ്റ് ഹൗസ്. ഒരു സമയത്ത് 2 മനുഷ്യർ ഒരു ലൈറ്റ് ഹൗസിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്, ഒത്തിരി ദൂരെയുള്ളൊരു തുറമുഖത്താണെന്ന് വെച്ചു, പെട്ടെന്ന് ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റടിച്ചിട്ട് ആഴ്ചകൾ അവർക്ക് സപ്ലൈ വരുന്നില്ല, അവർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, കാരണം കട്ടായിപ്പോയി. അതുപോലെ സംഭവിച്ചു. ഈ സമയത്ത് ഈ 2 പേര് ഒരേ ലൈറ്റ് ഹൗസിൽ വർക്ക് ചെയ്യുക, പക്ഷെ ഇവർ തമ്മിൽ എങ്ങനെയാണ് പറയേണ്ടത്, ഡിവൈഡ് ചെയ്യാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ ഒരുമിച്ച് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ലൈറ്റ് കെട്ടുപോയാൽ ഒത്തിരി കപ്പലുകളെ ലക്ഷ്യം തെറ്റും. അങ്ങനെ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരൊരുമിച്ച് ഒരുമിച്ച് പാചകം ചെയ്തു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ യൂണിറ്റി കൊണ്ട് അവരും ജീവിച്ചു. മാത്രമല്ല, ഈ പുറത്തുള്ള സഹായം വരുന്നവരെ അവർ ജീവിക്കുകയും ചെയ്തു. കപ്പലുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഭയങ്കരമായ കൊടുങ്കാറ്റിൻ്റെ കാലത്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞ പൗലോസ് ഇവിടെ പറയുന്നതാണ്, മേക്ക് മൈ ജോയ് കംപ്ലീറ്റ് ബൈ ബീയിങ് ലൈക്ക് മൈൻഡഡ്. ഇതുപോലെ എങ്ങനെയാണ് പറയേണ്ടത്,
ഏക മനസ്സ്, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ. ആ ഒരു ഐക്യതയിലാണ് നമുക്ക് സന്തോഷം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻ ദ സ്റ്റോം യൂണിറ്റി ഈസ് അവർ ആങ്കർ ആൻഡ് ക്രൈസ്റ്റ് അവർ ക്യാപ്റ്റൻ. ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്യതയാണ് നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത്. മാത്രമല്ല ക്രിസ്തു നമ്മുടെ ക്യാപ്റ്റനായി മാറും. ഞാനിത് പറയുമ്പോൾ ഒരു കൊച്ചു കൂട്ടായ്മയായിരിക്കാം, വലിയ കൂട്ടായ്മയായിരിക്കും, ഏത് കൂട്ടായ്മയായാലും ഈ ഐക്യതയ്ക്ക് വേണ്ടി, ഹാർമണിക്ക് വേണ്ടി അധ്വാനിക്കണം. അപ്പം അങ്ങനെ വൺനെസ് ഇൻ സ്പിരിറ്റ്, വൺനെസ് ഇൻ പേർപ്പസ്, ഇതെല്ലാം കർത്താവ് തരും. ഈ ക്വാളിറ്റികളെല്ലാം വരുന്നത് ക്രിസ്തുവിൽ നിന്നാണെന്നുള്ളത് നമ്മൾ മറക്കുകയും ചെയ്യരുത്. കർത്താവിന് മാത്രമേ ഈ ഒരു ഐക്യത കൊണ്ടുവരാൻ കഴിയൂ. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ബെർലിൻ വാള് തകർത്ത ശേഷം തൊട്ടടുത്തുള്ള രണ്ട് സഭകളാണ്, പക്ഷേ ബെർലിൻ വാളാണ് നടുക്കായിട്ട് ഉയർന്നു നിന്നിരുന്നത്. 30 വർഷത്തോളം ഇവർക്ക് തമ്മിൽ ഒരു കൂട്ടായ്മയില്ല. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും വലിയ വിഭാഗീയത നിമിത്തം ഈ രണ്ട് കൂട്ടായ്മകളും ഒരൊറ്റ മതിൽ അപ്പുറം ഇപ്പുറവും ഒരേ ഇതിൽപ്പെട്ട കൂട്ടായ്മകളാണ്, പക്ഷെ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്നാൽ ബെർലിൻ വാൾ തകരുകയല്ല. ഒരു പാസ്റ്റർ അനൗൺസ് ചെയ്തതാണ്, ഫോർ 30 years വി പ്രീച്ച്ഡ് അബൌട്ട് യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്. 30 വർഷത്തോളം ക്രിസ്തുവിൽ ഐക്യതയെക്കുറിച്ചൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചു. ബട്ട് എ വാൾ സ്റ്റുഡ് ബിറ്റ്വീൻ അസ്. എന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഒരു വാൾ ഉണ്ടായിരുന്നു. നൗ വി മസ്റ്റ് ലേൺ ടു വാക്ക് ഇൻ ദ ട്രൂത്ത് വി പ്രൊഫസ്. ഇനിയിപ്പോൾ ഇതുവരെ നമ്മൾ വാഗൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആ സത്യത്തിൽ, ആ ഐക്യതയിൽ നമ്മളങ്ങ് നടക്കാൻ പോവാണെന്ന് പറഞ്ഞു. സോ ഇതുപോലുള്ള മതിലുകൾ പലപ്പോഴും പിശാച് ഉയർത്തും, വ്യക്തികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, കൂട്ടായ്മകൾക്കിടയിൽ. എന്നാൽ അങ്ങനെയുള്ള മതിലുകൾ തകർന്നു കഴിയുമ്പോൾ എപ്പോഴും ഓർക്കുക, ക്രൈസ്റ്റ് ഡിഡ് നോട്ട് ഡൈ ഫോർ us ടു ബിൽഡ് വാൾസ്. ക്രിസ്തു മരിച്ചത് നമുക്കിടയിൽ മതിലുകൾ പണിയാനല്ല. ഹി ഡൈ ടു മേക്ക് us one. നമ്മളെ ഒന്നാക്കാനാണ് കർത്താവ് മരിച്ചത്. ഞാനിന്ന് പ്രാർത്ഥിക്കാൻ കൈനീട്ടാമോ? കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഫിലിപ്പ് ലേഖനം 2:1-2 വചനങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ഡിനോമിനേഷനുകളിൽ ഉണ്ടാകട്ടെ. ആ ഐക്യതയും ഹാർമണിയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വയലിൻ ട്യൂൺ ചെയ്ത പോലെ കർത്താവിൻ്റെ വില വർദ്ധിച്ചല്ലോ. അങ്ങനെ ഒരു ഹാർമണി ഉണ്ടാകട്ടെ, ഐക്യത ഉണ്ടാകട്ടെ. കൈനീട്ടാം. കർത്താവ് യേശുവിൻ നാമത്തിൽ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഈ ലോവർ അബ്ഡോമിനൽ കോംപ്ലിക്കേഷൻസ് ആൻഡ് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാറിപ്പോട്ടെ. ചില ഇൻഫെക്ഷനുകൾ സൗഖ്യമാകട്ടെ. അത് കണ്ണിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, ശരീരത്തിലെ പല സ്ഥലങ്ങളിലെ ഇൻഫെക്ഷൻ ബ്ലഡിൽ നിന്നും മാറിപ്പോട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കാൻ. കർത്താവെ, ഏത് രോഗമാണെങ്കിലും, സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും, എന്താണെങ്കിലും കർത്താവ് ഒരു വലിയ വിടുതൽ അയക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കയറാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.